Hello guys, so again welcome back to Coding Vibes. So guys, നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്ന പോകുന്ന പ്രോബ്ലത്തിന്റെ പേരാണ് മാക്സിമം കോൺസിക്യൂട്ടീവ് വൺസ് 485. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ഈസി കാറ്റഗറി വരുന്ന പ്രോബ്ലമാണ്. പക്ഷേ ചിലർക്ക് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെ പറ്റി നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നേ. ഓക്കെ, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പ്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ കോഡ് ഇൻ ഡെപ്തിൽ ഓരോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തന്നായിരിക്കും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, സോ മാക്സിമം കോൺസിക്യൂട്ടീവ് വൺസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ മാക്സിമം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വൺസ്, അതായത് അടുത്തടുത്ത് വരുന്ന വൺസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഗിവൺ എ ബൈനറി അറേ നംസ് റിട്ടേൺ ദി മാക്സിമം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് വൺസ് ഇൻ ദി അറേ. ഓക്കെ, അപ്പോൾ ബൈനറി അറേ എന്ന് പറയുമ്പോൾ എന്താ? ഓക്കെ, 1 1 1 1 അങ്ങനെ 1ഉം 0യും ആ ഒരു 2 ഡിജിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മാക്സിമം കോൺസിക്യൂട്ടീവ് വൺ ഏതായിരിക്കും? ലൈക്ക് ഇവിടെ 2 വൺസ്, ഇത് ഈ ഒരു വണ്ണും ഒരു കോൺസിക്യൂട്ടീവ് വൺ അല്ലേ? കോൺസിക്യൂട്ടീവ് വൺ വേർ ഫുള്ളി 1%. ഇതാണ് എത്രയാ? 2 കോൺസിക്യൂട്ടീവ് വൺസ് അല്ലേ? നൗ ജസ്റ്റ് ടേക്ക് എ കേസ് ഓഫ് ദിസ്. ഇത് എത്രയാ? ഇത് 2, ഇത് 3 കോൺസിക്യൂട്ടീവ് വൺസ്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? മാക്സിമം കോൺസിക്യൂട്ടീവ് വൺസ് അല്ലേ? അപ്പം ആൻസർ 3 വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ഓർ ദി ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആർ കോൺസിക്യൂട്ടീവ് വൺസ്. അതെ, കറക്റ്റ്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയത് ഏതാ? ഈ പറയുന്ന 3 ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇവിടെ പറയുന്ന എത്ര? ഇവിടെ ഒരു കോൺസിക്യൂട്ടീവ് ആണ്, ഇവിടെ 2 കോൺസിക്യൂട്ടീവ് വൺസ്, ഇവിടെ 1. എക്സ് എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ നമ്മൾ മേളിൽ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം വരുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, 2 എണ്ണം വരുന്നുണ്ട് ടോട്ടൽ. പക്ഷേ നമ്മളോട് ചോദിക്കുന്നത് മാക്സിമം. അപ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ്? 3. ഓക്കെ, നമുക്ക് കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും മാക്സിമം വരുന്ന വണ്ണിൻ്റെ അകത്ത് എത്ര വൺ ഉണ്ടെന്ന്. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പ്രോപ്പർലി മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡ്യൂഷൻ എങ്ങനെ നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൻ്റെ ഇൻഡ്യൂഷൻ. ഓക്കെ, നോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നേരെ നമ്മൾ ബ്ലാക്ക് ബോർഡിലേക്ക് പോകാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് കോഡ് ഫോക്കസ് ചെയ്യേണ്ട. സോ കോഡ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. സോ സപ്പോസ് നമുക്കൊരു ബൈനറി അറേ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, so it would be something like 1 1 0 1 1 1 1. Okay, 1 alright. Okay, so അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന കോൺസിക്യൂട്ടീവ് വൺസ്, അപ്പം നമുക്കറിയാം എന്തായാലും 1 അടുത്തടുത്താണ് വരുന്നത് അല്ലേ? അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നമുക്കറിയാം കോൺസിക്യൂട്ടീവ് വൺസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും ഒരു ഫോർ ലൂപ്പ്. ഓക്കെ, ഒരു ഫോർ ലൂപ്പ് എന്തായാലും ഇതിന്റെ അറ്റം വരെ പോകണം. അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഒരു മിനിമം എന്തോ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. അത് ഈ അറേ ഫുൾ ട്രാവേഴ്സ് ചെയ്യാൻ കാരണം അന്നേരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക്കലി ഫോർ ഐ ഇൻ നംസ്, അതായത് ഐ നംസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഓരോ ഇൻഡെക്സസ് ആയിരിക്കും അല്ലേ? അപ്പം സപ്പോസ് നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ ഇൻഡെക്സ് എടുത്തു. ഓക്കെ, അത് നമ്മൾ 1 ആണോ 0 ആണോ നമ്മൾ ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഫോർ ലൂപ്പ് വേണം, കാരണം എന്നാലും നമുക്ക് ഫുൾ ട്രാവൽസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. അപ്പം ട്രാവൽസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതില്ല, നമുക്ക് കോൺസിക്യൂട്ടീവ് വൺസ് വേണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 ആണോ 0 ആണോ എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് സപ്പോസ് ഇഫ് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഡെക്സ് ഏതാണോ വെച്ചാൽ ഈ ഫോർ ലൂപ്പ്, അതായത് ഫോർ ഐ ഇൻ നംസ്. ഓക്കെ, ഇതിനകത്ത് ഈ ഐ എന്ന് പറയുന്ന സാധനം അതെന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് ഐ ഡബിൾ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഐയുടെ വാല്യൂ ഡബിൾ ഈക്വൽ ടു 1, അതായത് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്? നമ്മൾ കൗണ്ടിന്റെ വാല്യൂ, നമുക്കൊരു കൗണ്ടർ വേണം എന്തായാലും. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൗണ്ടർ, ആ കൗണ്ടിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യണം. കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. കൗണ്ട് പ്ലസ് ഈക്വൽ 1 എന്ന് വെച്ചാൽ എന്താ? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഓക്കെ, ഇപ്പൊ കൗണ്ടറിന്റെ വാല്യൂ എന്തായി? 1 ആയി. ഓക്കെ, അതായത് ആദ്യത്തെ വാല്യൂ ഐയുടെ വാല്യൂ ബേസിക്കലി 1 ആയപ്പോൾ നമ്മൾ കൗണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ആയി 1 ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, മാക്സ് കൗണ്ട് ഈക്വൽ ടു മാക്സ് ഓഫ് കറന്റ് കൗണ്ട് മാക്സ് കൗണ്ട്. അതായത് ഏതാണോ കറന്റ് കൗണ്ട് ആണോ അതോ മാക്സ് കൗണ്ട് ആണോ, ഏതാണോ വലുത് അത് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ഓക്കെ, ഇൻഡ്യൂഷൻ ആണ് പറയുന്നത്. അടുത്ത പ്രാവശ്യം ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് ഞാൻ നോക്കുവാണ്
അടുത്തത് ഏതാണ് വാല്യൂ. അത് ഐ ഈക്വൽ ടു 1 ആവാം 0 ആവാം എന്ത് വേണേലും. പക്ഷേ എനിക്കൊരു 1 കിട്ടിയതിന് ശേഷം വീണ്ടും ഒരു 1 വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കോൺസിക്യൂട്ടീവ് ആണ്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്തു, ഈ കൗണ്ട് ഇൻക്രീസ് ആയി. ഓക്കെ, രണ്ടാമത് എനിക്ക് 1 വരുവാണെങ്കിൽ ഈ 5 ഡബിൾ ഈക്വൽ ടു 1 എന്നാണ് വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഈ കൗണ്ട് എന്താവും, രണ്ടാമത് 1 വന്നുകൊണ്ട് തന്നെ ഈ കൗണ്ട് ഇൻക്രീസ് ആയി കൗണ്ട് 2 ആവും. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞത് ഈ മാക്സ് കൗണ്ടിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ എന്തായിരുന്നു കറണ്ട് കൗണ്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാക്സ് കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യമേ 0 ആയിരുന്നു, അത് പിന്നീട് നമുക്കൊരു കൗണ്ട് കിട്ടിയോണ്ട് അത് 1 ആയിരുന്നു. ഓക്കെ, കറണ്ട് കൗണ്ട്. ഓക്കെ, അത് പിന്നെ അപ്ഡേറ്റ് ആയി, ഇവിടെ അപ്ഡേറ്റ് ആയി. മാക്സ് കൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ ഫൈനലി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് ഈ പറയുന്ന ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഒരു 1 കിട്ടിയോണ്ട് തന്നെ നമ്മുടെ ഈ കറണ്ട് കൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയി. അപ്പം നമുക്ക്, പക്ഷെ എന്നാലും നമ്മുടെ മാക്സ് കൗണ്ടിൽ എന്തായിരുന്നു, നേരത്തെ പഴയ ഒറ്റ 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കറണ്ട് കൗണ്ട് ഇൻക്രീസ് ആയി, അതായത് കറണ്ട് കൗണ്ടിന്റെ വാല്യൂ 2 മാക്സ് കൗണ്ടിന്റെ വാല്യൂ 1 ആയിരുന്നു, അല്ലേ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് മാക്സിമം ഏതാണോ അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സ് കൗണ്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ഉപയോഗിക്കും, ഇതിന്റെ മാക്സിമം വാല്യൂ 2 ഈ മാക്സ് കൗണ്ടിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ എന്നാ ഉപയോഗിക്കും, മാക്സ് കൗണ്ടിന്റെ വാല്യൂ എന്താവും, 2 ആവും. ഓക്കെ, മാക്സ് കൗണ്ടിന്റെ വാല്യൂ എന്താവും, 2 ആവും. അപ്പം അങ്ങനെയാണ് അത് നടക്കുന്നത്, ആ പ്രോസസ്സ്, അപ്ഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാക്സ് കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി മാക്സ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ട് നമ്മൾ മാക്സ് ഓഫ് ഏതാണ് കറന്റ് വാല്യൂ. ഓക്കെ, കറന്റ് കൗണ്ട് കോമ, ഓക്കെ, മാക്സ് കൗണ്ട്. ഓക്കെ, അപ്പം ഇനി സപ്പോസ് ഈ എനിക്കിവിടെ അപ്പം മാക്സ് കൗണ്ടിൽ ഇപ്പം എന്തായി, 2 ആയി. ഓക്കെ, അതായത് എൻ്റെ ആദ്യത്തെ കൺസിക്യൂട്ടീവ് വൺസ് ആയ ഈ രണ്ടെണ്ണത്തിന് ലെന്ത് കിട്ടി. പക്ഷേ ദർ ഈസ് എ പോസിബിലിറ്റി ലൈക്ക് ഐയുടെ വാല്യൂ 0 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒരിക്കലും അത് കൺസിക്യൂട്ടീവ്, അതായത് കൺസിക്യൂട്ടീവ് പ്രോപ്പർട്ടി പോയി അവിടെ, പിന്നെ നമുക്ക് ഒരിക്കലും കൺസിക്യൂട്ടീവ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, യെസ്, നമ്മുടെ പിന്നെ നമുക്ക് ഈ കറണ്ട് കൗണ്ടിൻ്റെ അകത്ത് ഈ വാല്യൂ വെച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ, ഇല്ല. ഈ കറണ്ട് കൗണ്ടിൻ്റെ അകത്ത് വാല്യൂ വെച്ചിട്ട് കാര്യമില്ല, കാരണം അത് തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എൽസിനകത്ത് എൽസിലേക്ക് പോകും. ഈ എൽസിലേക്ക് എന്താ വയ്ക്കുന്നത്, കറണ്ട് കൗണ്ടിന്റെ വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട്, കാരണം ഈ ഒരു കൺസിക്യൂട്ടീവ് തീർന്നു, ഇനി നമുക്ക് അടുത്ത കൺസിക്യൂട്ടീവ് 1 വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കറണ്ട് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആണ് ഇതുണ്ട്. ഇപ്പം ഈ കറണ്ട് കൗണ്ട് ഇപ്പം നമ്മൾ 0 വന്നപ്പം, അതായത് ഇവിടെ നമ്മൾ 0 വന്നപ്പം ഈ എൽസ് എന്ന് പറയുന്ന സാധനം കൊടുത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് കൗണ്ട് എന്ന് പറയുന്ന 0ലേക്ക് സെറ്റ് ചെയ്ത് ഇല്ലായിരുന്നെങ്കിൽ എന്നെ സംഭവിച്ചേനെ. ഓക്കെ, അടുത്ത 0 വന്നു, സ്കിപ്പായി. അടുത്ത 1 വന്നു, 1 വന്നപ്പോൾ ഈ 5 ഡബിൾ ഈക്വൽ ടു 1 കൗണ്ട് പ്ലസ്, അതായത് കൗണ്ടിന് ഒരു 0 ആയിട്ടില്ല, വീണ്ടും കൗണ്ടിലേക്ക് തന്നെ ആഡ് ചെയ്യും. അപ്പോൾ കൗണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി 2 ആയിരുന്നു, അത് 3 ആവും. ശരിക്കും തെറ്റല്ലേ, ഇവിടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം തീർന്നില്ല, ആകെ 2 വൺസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ തീർന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് വീണ്ടും, അതായത് ഈ 2 വണ്ണിലേക്ക് നമ്മൾ വീണ്ടും 1 ആഡ് ചെയ്യുന്നത് കറക്റ്റ് ആണ്, അല്ല, ഇത് ശരിക്കും 2 കോൺസിക്യൂട്ടീവ് വൺസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി എൽസിലേക്ക് നമ്മൾ കറണ്ട് കൗണ്ട് എന്ന് പറയുന്ന സാധനം 0 ആവണം. ഓക്കെ, റീസെറ്റ് ചെയ്യണം, പിന്നീട് പുതിയൊരു സെറ്റ് തുടങ്ങുക. ഓക്കെ, സെറ്റ് തുടങ്ങാതിരിക്കാം, ചിലപ്പോൾ വീണ്ടും 0 വരുമായിരിക്കും, വീണ്ടും 0 വന്നാലും എൽസിലേക്ക് തന്നെ കറണ്ട് കൗണ്ട് ഈക്വൽ ടു 0 എന്നാവും. പിന്നീട് എപ്പോഴാണോ 1 ഡിറ്റക്ട് ചെയ്യുന്നത്, അങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെയർ ഈസ് എ ചാൻസ് ലൈക്ക് വീണ്ടും വീണ്ടും 1 വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് കൗണ്ട് 0 ആക്കിയിട്ട് പുതിയ ഈ പറയുന്ന കോൺസിക്യൂട്ടീവ് വൺസിനെ നമുക്ക് മാക്സ് കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇത് കറണ്ട് കൗണ്ട് 0 ആക്കിയിട്ട് പിന്നെ അടുത്ത 1 വരുമ്പോൾ എന്നാ ഉപയോഗിക്കും, ഈ 5 ഡബിൾ ഈക്വൽ 1 ആണ് ചെക്കിയിട്ട് കറണ്ട് കൗണ്ട് 0 ആയിരുന്നേ, ഈ കറണ്ട് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇത് കറണ്ട് കൗണ്ട് അല്ലേ, ഈ കറണ്ട് കൗണ്ട് 0 ആയിരുന്നു. ഓക്കെ, ഈ കറണ്ട് കൗണ്ടിലേക്ക് വീണ്ടും നമ്മൾ 1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നാ സംഭവിക്കും, കറണ്ട് കൗണ്ടിന്റെ വാല്യൂ എന്തായി, 1 ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, മാക്സ് കൗണ്ട് ആയിട്ട് ചെക്ക് ചെയ്യും. അതായത് ഇപ്പം കറണ്ട് കൗണ്ട് വാല്യൂ എത്രയായിരുന്നു, 0 ആയിരുന്നു. ഓക്കെ, മാക്സ് കൗണ്ടിന്റെ വാല്യൂ എത്രയായിരുന്നു, അത് നേരത്തെ വാല്യൂ തന്നെയാണ് കിടക്കുന്നത്, അത് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല, അത് നേരത്തെ വാല്യൂ എത്രയായിരുന്നു, 2 ആയിരുന്നു, അല്ലേ, നേരത്തെ വാല്യൂ ആയി 2 ആയിരുന്നു. അപ്പം ഇപ്പം നമ്മൾ എൻ്റെ കറണ്ട് കൗണ്ട് വാല്യൂ 1 ആയിരുന്നു. സോ വാട്ട് ഹാപ്പൻസ്, സോ വാട്ട് ഹാപ്പൻസ് എന്ന് മാറിയിട്ട് ബേസിക്കലി ഇവിടുന്ന് 1 ആവും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് മാക്സ്, അപ്പം ഇപ്പോഴും മാക്സ് കറണ്ട് കൗണ്ട് വാല്യൂ 1 ആയിട്ടുള്ളൂ, മാക്സ് കൗണ്ട് ഇപ്പോഴും നേരത്തെ ആ ഈ 2 വൺസ് ഇല്ലേ, ആ 1 ആണ് 2 എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അപ്ഡേറ്റ് ആവത്തില്ല, അപ്പോൾ കറണ്ട് കൗണ്ട് 1 തന്നെയായിരിക്കും. മാക്സ് കൗണ്ട് അപ്ഡേറ്റ് ആവും, ഇല്ല, മാക്സ് കൗണ്ട് ഇപ്പോഴും എന്താണ്, മാക്സ് കൗണ്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആക്ച്വലി 2.
ഓക്കെ, അടുത്ത നമ്മൾ ബേസിക്കലി അടുത്ത ഫോർ ലൂപ്പ് റണ്ണായി. അതും ഈ 5 ആണ് ഡിറ്റക്ട് ചെയ്തത്. കറണ്ട് കൗണ്ട് ഇൻക്രീസ് ചെയ്തു. വീണ്ടും ചെക്ക് ചെയ്യുക. കറണ്ട് കൗണ്ടിന്റെ വാല്യൂ ഇപ്പോൾ എത്രയായി? 2 ആയി. ഓക്കെ, കറണ്ട് കൗണ്ടിന്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. അപ്പോൾ നമ്മൾ നോക്കുവാണ് കറണ്ട് കൗണ്ടിന്റെ വാല്യൂ, അതായത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂ പോയിട്ട് കറണ്ട് കൗണ്ട് വാല്യൂ 2 ആയി. ഇപ്പോഴും മാക്സ് കൗണ്ട് എത്രയാണ്? 2 തന്നെയാണ്. ഇതിനകത്ത് രണ്ടും സെയിം ആയിട്ട് മാക്സ് കൗണ്ട് വീണ്ടും എത്രയാണ്? 2 തന്നെയായിട്ട് മെയിൻറ്റെയിൻ ആവും. 2 തന്നെയായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും? ഈ 5 = 1, അതായത് ഫോർ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ആവും. ഐയുടെ വാല്യൂ 1 ആവും. കറണ്ട് കൗണ്ട് വാല്യൂ വീണ്ടും ഇൻക്രീസ് ആവും, വിച്ച് ബിക്കംസ് 3. ഓക്കെ, വീണ്ടും നമ്മുടെ ഈ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ആവും, അതായത് മാക്സ് കൗണ്ട്. അതിൻ്റെ അകത്ത് എന്താ കൊടുത്തേക്കുന്നത്? അപ്പോൾ അത് എക്സിക്യൂട്ട് ആകുമ്പോൾ കറണ്ട് കൗണ്ട് വാല്യൂ എത്രയായി? 3 ആയി. പക്ഷെ മാക്സ് വാല്യൂ എത്രയായിരുന്നു? മാക്സ് കൗണ്ട് എപ്പോഴും എത്രയായി? 2 തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണോ മാക്സ്, അതാണ് ഈ മാക്സ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ മാക്സ് ഫംഗ്ഷൻ വെച്ച് 3 2 ഇതിൻ്റെ അകത്ത് ഏതാ വരില്ല? 3 ആയിരിക്കും. അത് മാക്സ് കൗണ്ടിലേക്ക് ആവും, 3. ഓക്കെ, മാക്സ് കൗണ്ട് വാല്യൂ എത്രയാവും? 3 ആവും. ഓക്കെ, ആൻഡ് ഇത് ഫൈനലി നമ്മുടെ ഈ ഫോർ ലൂപ്പ് തീരുമല്ലോ. അവൻ നമ്മളിരിക്കും. പിന്നീട് ഈ ഫോർ ലൂപ്പിന് നേരെ താഴോട്ട് മിച്ചം എന്താ കിടക്കുന്നത്? ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. എന്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം? മാക്സ് കൗണ്ട്. ആ മാക്സ് കൗണ്ടിനകത്താണല്ലോ നമ്മൾ മാക്സിമം വാല്യൂ ഇരിക്കുന്നത്. മാക്സ് കൗണ്ട് റിട്ടേൺ ആക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ. ആ സെയിം കോഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ മനസ്സിലാക്കുക. ഓക്കെ, ലൈക്ക് അത്രേ ഉള്ളൂ. അതായത് നമ്മൾ നേരെ ഫുൾ ട്രാവേഴ്സ് ചെയ്യണം. അതായത് 1 വരുവാണെങ്കിൽ അടുത്തതും 1 വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറണ്ട് കൗണ്ടിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. എന്നിട്ട് മാക്സ് കൗണ്ടിലേക്ക് നോക്കണം. നമ്മൾ നേരത്തെ കിട്ടിയ 1ന്റെ വാല്യൂക്കാളും വലുതാണോ ചെറുതാണോ? വലുതാണെങ്കിൽ നമ്മൾ മാക്സ് കൗണ്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് കൗണ്ട് പറയുന്നത് 0യിലേക്ക് സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കൺസിക്യൂട്ടീവ് വൺസ് എൻഡ് ചെയ്തു. ഇനി പുതിയൊരു കൺസിക്യൂട്ടീവ് വൺസ് തുടങ്ങാൻ പോവാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് കൗണ്ടിന്റെ വാല്യൂ റീസെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ പഴയ കൺസിക്യൂട്ടീവ് വൺസിന്റെ കൂട്ടത്തിൽ തന്നെ കറണ്ട് കൗണ്ട് ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കറണ്ട് കൗണ്ട് 0 ആക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ കറണ്ട് കൗണ്ട് മാക്സ് കൗണ്ട് എപ്പോഴും എന്താണ്? തുടക്കത്തിൽ 0 തന്നെയായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. ആൻഡ് നിങ്ങൾക്ക് ഈ കോഡ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് വർക്കാവും. ആൻഡ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് ഒന്നോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പക്ഷേ ഐ ഹോപ്പ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് പ്രോപ്പർലി. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ലെങ്കിൽ ഒന്നോട് റിവൈൻഡ് ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ യു. ഓക്കെ, സോ താങ്ക് യു. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക്